ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് വഴിയാണ്, അത് ലോക്ക്ഡാണ്. ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണം. അവിടുന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കുമ്പോ ആരോ അവിടുന്ന് ഓടിപ്പോണ മാതിരി എനിക്ക് തോന്നി. ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 10-12 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം ഞാൻ വീണ്ടും കണ്ടിന്യൂസ്ലി ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സത്യം എന്തായാലും നമുക്കറിയണം. കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയം കേൾക്കാൻ താല്പര്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ പറയണ എല്ലാവരും ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം. കാര്യം പ്രിയ വേണുഗോപാലിന്റെ കാര്യം തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കും. പുള്ളിക്കാരത്തേക്ക് ഒറ്റയ്ക്ക് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഫൈറ്റ് ചെയ്യുവാണ്, സ്റ്റിൽ ഇതിന്റെ സത്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞാൻ കുറച്ച് മുന്നേ കലാഭവൻ സോബിയുടെ ഒരു വോയിസ് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഈ അടുത്ത് ആരോ വീട് കയറി ആക്രമിക്കാൻ ചെന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. അത് സാർക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഈ പുള്ളിയുടെ വോയിസ് ഉൾപ്പെടെ ഇപ്പം കുറച്ച് മുന്നേ വെളിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. ഞങ്ങള് എന്തെങ്കിലും വിവരങ്ങൾ സാറിന് അറിഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, ഞാൻ ഈ ലൈവ് ഇന്നലെ ഇട്ടായിരുന്നെ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് വഴിയാണ്, അത് ലോക്ക്ഡാണ്. ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണം. അവിടുന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കുമ്പോ ആരോ അവിടുന്ന് ഓടിപ്പോണ മാതിരി എനിക്ക് തോന്നി. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോ, അതായത് വെള്ളിയാഴ്ച വെളുപ്പിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ രാവിലെ ചെന്ന് നോക്കുമ്പോ അവിടെ ആൾക്കാർ കയറാൻ ശ്രമിച്ചതിന്റെ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരനെ ആരോ ആക്രമിക്കാൻ ചെന്നുള്ള രീതിയിലാണ് കലാഭവൻ സോബി സംസാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാള് ഇതിന്റെ ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഒരാളെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ബാലഭാസ്കറിനെ അടിക്കുന്നു എന്നും വണ്ടി അടിച്ച് പൊട്ടിച്ചു എന്നും എല്ലാ കാര്യങ്ങളും കണ്ടൊരു വ്യക്തിയാണ് ഈ പറയുന്ന കലാഭവൻ സോബി. പക്ഷേ കലാഭവൻ സോബി പറയുന്ന ചില കാര്യങ്ങളിനകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിപ്പുകളില്ലായിരുന്നു. പുള്ളി വേറെയും കുറെ ഇൻസിഡൻസ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെ കൊല്ലാനായിട്ട് നോക്കിയെന്നും ലുധിയാന വഴി വരുന്ന വഴിയിൽ ആരോ വെടിവെക്കാൻ ശ്രമിച്ചു എന്നും വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആയതിന്റെ പേരിൽ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വിഷയമൊക്കെ എടുത്ത് വെച്ച് ചർച്ച ചെയ്തതാണ്. അപ്പൊ എന്തായാലും കലാഭവൻ സോബിയുടെ ഈ ഒരു കാര്യത്തിലെ ഇൻവോൾവ്മെന്റ് നല്ല രീതിയിൽ അറിയാം. എന്തായാലും ഇതൊരു കൊലപാതകം എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. ഞാനത് ഒരിക്കലും ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാന്നേ ഉള്ളൂ. അപ്പം ഈ മെയിൻ ആയിട്ടുള്ള ഒരാളെ എങ്ങനെങ്കിലും ഈ ഒരു വിഷയത്തിൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? മെയിൻ സാക്ഷിയെ അങ്ങ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമില്ലല്ലോ. ഈ കേസിനകത്ത് പിന്നെ ഒരു കഴമ്പുമില്ല. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ KSRTC ഡ്രൈവർ എന്ന് പറയുന്ന ഒരു വായി നോക്കി വന്നിട്ട് അയാൾ പറഞ്ഞത് മൊത്തം പച്ച കള്ളമായിരുന്നെന്ന് നമുക്കത് മനസ്സിലായി. കാര്യം ഓരോ ആൾക്കാരുടെ എവിഡൻസ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അയാൾ പറഞ്ഞത് വെറും കള്ളത്തരമാണ്. എന്തായാലും നമുക്ക് ബാക്കിയോടെ കണ്ടു നോക്കാം. അതായത് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഊന്നൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഊന്നൽ സ്റ്റേഷനിൽ നിന്ന് അവര് വിളിച്ചെന്റെ മാനേജരോട് ചോദിച്ചു, ഇന്നലെ അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. അതായത് ശനിയാഴ്ച രാത്രി. അപ്പൊ അവര് നിലവിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവര് രാത്രി പട്രോളിംഗ് ഉണ്ട് അതില്. അപ്പൊ രാത്രി അവർ പട്രോളിങ്ങിന് വരുമ്പോ ഇതിന്റെ ഞങ്ങളുടെ എൻട്രൻസിൽ ആബേലത്തിന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തിട്ട് താഴേക്ക് നോക്കുമ്പോ ഒരു 30-40 മീറ്റർ മാറിയിട്ട് ആരോ നിക്കണ മാതിരി അവർക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഇറങ്ങിയപ്പോഴത്തേനും അയാൾ ഓടിപ്പോയി. അപ്പൊ അയാളുടെ പുറകെ ഇവര് ഓടിയപ്പോഴത്തേനും ഒരു 4 പേരും കൂടെ അപ്പുറം നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പിടിക്കാൻ പറ്റില്ല. അതിന്റെ അപ്പുറം കുറെ കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. ഒരു 3 മണിയൊക്കെ ആയി കാണുമെന്ന് പറഞ്ഞു വെളുപ്പിന്. അപ്പൊ അവരതങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇന്നും ഇപ്പൊ രാവിലെ ഒരു ഊന്നലിലെ പോലീസ് ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ എന്റെ മാനേജർ ഉണ്ട് രേഖ, അവരെന്റെ പേഴ്സണൽ സ്റ്റാഫ്. അവര് പറഞ്ഞു പിള്ളേര് ചിലപ്പോൾ ഇതിലൊക്കെ പോകാറുണ്ട്. കോളേജ് അവിടെ അടുത്തുള്ള പിള്ളേരാണോ ആ സമയത്ത്. അപ്പൊ പിള്ളേർക്കൊക്കെ കയറാനുള്ള സമയങ്ങൾ 10 മണിക്ക് ഉണ്ട്. പക്ഷെ ഇത് പിള്ളേർ ടൈപ്പുള്ള ആൾക്കാരല്ല, വലിയ സൈസ് ആൾക്കാരാണ് അവര് പറഞ്ഞത്. പഠിക്കുന്ന കുട്ടികളെല്ലാം വലിയ ആളുകളാണെന്ന്. വലിയ ആളുകളാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് 3 മണിക്കൊന്നും ഒരു സ്ഥലത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ഇപ്പൊ PG-യിലും ഒക്കെ ആണെങ്കിലും ഹോസ്റ്റലിലും നിർബന്ധമാണ്. PG-യിലാണെങ്കിലും അത് സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കലാഭവൻ സോബിയുടെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു സംശയം വരും. സോബി ഇരുന്ന് തള്ളുവാണ്, അല്ലെങ്കിൽ സോബി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുവാണെന്ന് കുറെ ആൾക്കാർ ചിന്തിക്കും. ഞാൻ പേഴ്സണലി ചിന്തിച്ചിട്ടുണ്ട്, ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. പക്ഷേ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും കേട്ടുമൊക്കെ വന്നപ്പോഴത്തേക്ക് സോബി പറയുന്നതിനകത്തും കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു മെയിൻ എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ കലാഭവൻ സോബി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഇല്ല, പക്ഷെ സോബി ജോർജ് പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് വേറൊരു വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI ഒരിക്കൽ അന്വേഷിച്ചതാണ്. വീണ്ടും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൂർച്ചയുള്ള ആരോപണങ്ങളുമായി വീണ്ടും സോബി രംഗത്ത് വരുന്നു. ഇത് കേസിന് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു സംശയ നിഴൽ സൃഷ്ടിക്കുക എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തിനാണ് ഈ അയാളെ അവിശ്വസിക്കുന്നത്? അയാൾ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ ലോക്കലും. അത് അതിനോടൊക്കെ പോകുന്നത് എന്താണ്? ഒരു ക്രിമിനലായ ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ സത്യമായിട്ട് അംഗീകരിക്കണ്ടേ നമ്മൾ?
അത് അയാൾ ക്രിമിനൽ ആയിക്കോട്ടെ. അയാൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട 3-4 കാറ് അയാള് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് റോഡിൽ കശപിശ ഉണ്ടാക്കി 3-4 കാറ്. ആ 3 കാറും അവിടെ കണ്ടെന്നാണ് അയാൾ പറയുന്നത്. ആ കാറ് പിന്നീട് കൊടകരയില് ചേസ് ചെയ്ത് സ്വർണം തട്ടുന്ന ഗ്യാങ് താമസിച്ച വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് സോബി പറയുന്ന കുറെ കാര്യങ്ങൾക്ക് സത്യമുണ്ട് എന്ന് മനസ്സിലായത്. അതായത് ആ സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നത്, അതായത് ഈ പറയുന്ന ബാലഭാസ്കറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവിടെ വെച്ച് ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ചിരുന്ന ആ കാറ് തന്നെ സ്വർണ്ണ കേസിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് എത്രത്തോളം കള്ളത്തരങ്ങളാണ് നടക്കുന്നതെന്ന്. ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് വിവരം കെട്ട ഒരുത്തനാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് ഈ ഒരു കാര്യങ്ങളിനകത്ത് നിന്ന് തന്നെ വ്യക്തമാണ്. അത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കേസിനകത്ത് ഉണ്ടായിട്ടും വളരെ നിസ്സാരമായിട്ട് ഈ ഒരു വിഷയങ്ങൾ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ തെറി വിളിച്ചുകൊണ്ട് അയാൾ വന്ന വീഡിയോ ചെയ്യുന്നതിനകത്ത് എന്താണ് അയാളുടെ ഇന്റൻഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യരുമില്ല ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരുത്തനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ബാലഭാസ്കറിന്റെ കൂടെ ഉള്ള ഒരുത്തന്മാരും ഈ പറയുന്ന പോലെ നല്ലവന്മാരായിട്ടുള്ള ഒരു മനുഷ്യരും ഇല്ല. ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ, ഒരുത്തനെ പോലും കാണിക്കാൻ പറ്റത്തില്ല. ആ കണ്ടെടുത്ത് പാലക്കാട് സൗത്തും നോർത്തിലെ സബ് ഇൻസ്പെക്ടർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലും ചെലവും കൊടുത്ത് ഒരു 2 നില വീട് എടുത്തിട്ട് 10-20 വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ഇട്ട് സ്വർണം പൊട്ടിക്കാൻ നടന്ന ഗ്യാങ്ങിലുള്ള അതിനകത്ത് ഉൾപ്പെട്ട കാറാണ് ഇയാൾ കണ്ടതെന്നും അത് അവിടെ കിടപ്പുണ്ട്. നോക്കണ്ടേ പോലീസ്? എന്താ നോക്കാത്ത? പക്ഷേ സാറ് ഈ പറയുന്ന പോലെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI, ഇവർക്കൊന്നും ഒരു ക്ലൂ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ശക്തി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. വേണ്ട, അന്ന് വേണ്ടല്ലോ. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കാറിൽ ഇരുന്ന സ്വർണ്ണക്കടത്തിനകത്ത് വന്നു. ഇപ്പോഴും ഒരു സ്വർണ്ണക്കടത്തിൽ പെട്ടു എന്നതിനപ്പുറം ബാലഭാസ്കറിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പുതിയൊന്നും വന്നിട്ടില്ലല്ലോ. അതിലെ ഡ്രൈവറല്ലേ പുതിയതല്ലേ വന്നത്? ഇതുവരെ അറിയാത്ത CBIക്ക് പോലും അറിയാത്ത ഒരു കാര്യമില്ല. അന്നത്തെ ഡ്രൈവർ സ്വർണ്ണക്കടത്ത് ഇപ്പോഴും പിടിവിട്ടിരിക്കുന്നു. അപ്പം ബേസിക് ആയിട്ട് അയാൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു 2-3 കേസുകളുള്ളതാണ് മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള. എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല? അത് കസ്റ്റോഡിയൽ ഇന്റർവേഷൻ നടത്തിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഓരോ കാലക്രമേണ ഓരോ കേസുകളിനകത്ത് പെടുവാണ്. പ്രത്യേകിച്ച് പെടുന്ന കേസുകൾ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. അപ്പൊ ഈ അർജുൻ എന്ന് പറയുന്ന ചെറുക്കനെയൊക്കെ ഇപ്പം പിടിച്ചപ്പോഴാണ് ഈ ഒരു കേസ് ശരിക്കും പൊങ്ങി വന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ദൃക്സാക്ഷിയുടെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. മറുനാടൻ ചാനലിനകത്ത് വന്ന കുറേ നാൾക്ക് മുന്നേ വന്നൊരു സാധനമാണ്. അതിനകത്ത് ആ പുള്ളി പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ ബാലഭാസ്കർ ആയിരുന്നു വണ്ടി ഓടിച്ചെന്ന് KSRTC ഡ്രൈവർ പറയുന്നു, ഈ പറയുന്ന അർജുൻ മൊഴി മാറ്റി പറയുന്നു. അതിൻ്റെയൊക്കെ ഒരു വ്യക്തതയായിട്ട് ഈ പുള്ളി സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ കിടന്നു, ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് എന്നാൽ അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു കേട്ടു. അപ്പം ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഉറക്കത്തിൽ ചാടി നെട്ടി അഴിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല, ഞങ്ങൾ 2-3 പേര് ശ്രമിച്ചിട്ട് നടക്കില്ല എന്ന്. അപ്പോൾ പുകയും ആളി പടരുന്ന പുക, തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഞാൻ ഉടനെ പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുക, ഭാര്യ ഒരു ആംബുലൻസ്. അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കി ഒന്ന്, വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതെന്ന്, എൻ്റെ മകളൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അറിയുന്ന മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളി ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ കയറ്റി. അവസാനം ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട്. പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി, സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി ഒരു ബർമൂഡ ടീഷർട്ടാണ് ഇത്. പുള്ളി നമ്മൾ കാലെടുത്തെങ്കിലേ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും. പുള്ളി അതിന് സമ്മതിക്കുന്നില്ല. ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി സമ്മതിക്കുന്നു. അല്ലെ ബാലഭാസ്കരൻ നല്ല വണ്ടി ഓടിച്ചു. ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഉണ്ടെന്ന് പറയാൻ അത് ബസ് ഡ്രൈവർ പറയാൻ ബാലഭാസ്കർ അതൊന്നുമല്ല. സത്യം ദൈവത്തിനറിയാം ആരൊക്കെ മൂടി വെച്ചാലും. ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ചെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ CBI എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് പല ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ മാറ്റി സംസാരിക്കുന്നതെന്ന് മാത്രം എടുത്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സംഭവ സ്ഥലത്ത് ഈ പറയുന്ന തമ്പിയുടെ പ്രസൻസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
ഇനി ഇതിനകത്ത് പുതിയൊരു പേരും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, ജമീൽ എന്നും പറഞ്ഞ്. അതായത് പ്രിയയുടെ വീഡിയോയ്ക്കകത്ത് പ്രിയ പറയുന്നുണ്ട്, ഈ ആക്സിഡന്റ് നടക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ ജമീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയം അറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ക്ലിപ്പിങ്ങും കൂടെ ഞാനിവിടെ വെക്കാം. ഓരോ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു കേസിൽ എടുക്കുമ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും സ്വർണ്ണ കേസുമായിട്ട് ബന്ധമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ജമീലും ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇയാളും ഈ അടുത്ത് സ്വർണ്ണ കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ശരിക്കും മനസ്സിലാവേണ്ടത്? അതുപോലെ തന്നെ ഇഷാൻ ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിനും ഒരു 4:01 കോൾ വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മുൻപ്. ഇതെല്ലാം നിലനിൽക്കെയാണ് 4:15 എന്നുള്ള ഒരു കാര്യം വരുന്നു. CBIയും പറയുന്നുണ്ട് 3:30 ആക്സിഡന്റ് നടന്നുവെന്ന്. ജമീൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. തമ്പിയും ജിഷ്ണുവും അറിഞ്ഞതിന് ശേഷം ലോകം അറിഞ്ഞ ഒരു വാർത്ത. ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും പറയുന്നില്ല. ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാണ് DRIയുടെ. ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ദുരൂഹതകളില്ല അല്ലെ? 3:30 ഈ ഒരു ആക്സിഡന്റ് നടന്നത്. പക്ഷെ ഈ ജമീൽ എന്ന് പറയുന്ന ഒരുത്ത 3 മണിക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന പയ്യനെ തന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് സ്വർണ്ണക്കടത്ത് കേസുകളിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും CBI ശരിക്കും അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങളിൽ, അതായത് ഈ പ്രോപ്പറായിട്ട് ജമീൽ എന്ന് പറയുന്ന അവനെ ഈ ഒരു വിഷയത്തിൽ ഇൻട്രോഗേറ്റ് ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കാണും. അതെന്താണ് ശരിക്കും ചെയ്യാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. വീഡിയോ ചെയ്യുന്ന നമുക്ക് ഇത്രയും കാര്യങ്ങളും ഇൻഫോർമേഷൻസും ഇതെല്ലാം കിട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഡൗട്ട് എടുത്ത് വെച്ച് ചോദിക്കുമ്പോഴത്തേക്ക് പോലീസുകാർക്ക് നമ്മളെക്കാട്ടിയും എന്തുമാത്രം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. ബാലഭാസ്കറിന്റെ അച്ഛൻ ഇതുപോലെ പല കാര്യങ്ങളും സംശയത്തിന്റെ പേരിലാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തത്. ശരിക്കും ലക്ഷ്മി അപ്പം എന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ ഈ ഒരു വിഷയത്തിലെ സൈലൻസ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് തുറന്ന് പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ലക്ഷ്മിയെ ഒരുപാട് ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഈ ആൾക്കാരെല്ലാവരും കൂടെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഒരു മനുഷ്യരും സൈബർ ബുള്ളിങ് ചെയ്യുന്നതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ആരെയും എല്ലാവരുടെയും ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ സത്യം എന്താണെന്ന് ലക്ഷ്മിയുടെ വായിൽ നിന്ന് അറിയണം എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ലക്ഷ്മിയെ കൂട്ടത്തോടെ ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും വരുന്നില്ല. ഇനി ഈ പറയുന്ന ജമീലിന്റെ ഒരു വാർത്ത ഞാനിവിടെ വയ്ക്കാം. ബാലഭാസ്കറിന്റെ ട്രൂപ്പിലെ ഒരാൾ കൂടി പ്രതി. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ വയലിനേഴ്സ് ബാലഭാസ്കറിന്റെ ട്രൂപ്പിലെ അംഗമായ ജമീൽ പ്രതി ചേർത്തു. ഇനിയെങ്കിലും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്തില്ല എങ്കിൽ കുറെ കാലങ്ങൾ കഴിയും തോറും ഈ ഒരു കേസിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത രീതിയിലോട്ട് പോകും. ഇപ്പൊ ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയാവുന്നു, ആൾക്കാരെല്ലാം കൂടെ നിൽക്കുന്നു. ഈ പറയുന്ന പോലെ ആൾക്കാരൊന്നും കുറെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, അതായത് ഇതൊന്നും കേൾക്കാൻ പോലും ഇൻട്രസ്റ്റ് കാണത്തില്ല. കാര്യം ബാലഭാസ്കറിന്റെ കേസ് ഇപ്പം ഈ അടുപ്പിച്ചൊരു 4-5 ദിവസമായിട്ട് എല്ലാവർക്കും ഈ ഒരു വിഷയം അറിയാൻ താല്പര്യമുണ്ട്. എല്ലാവരും ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലോട്ട് പോകും. അപ്പം പിന്നെ എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ പോലും ഒരു കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.